ഡൽഹി സ്ഫോടനത്തിൽ ഇപ്പോഴും ഭീകരാക്രമണ സാധ്യത പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാഷ്, സ്ഫോടന സാധ്യത, ഭീകരാക്രമണ സാധ്യത പരിശോധിക്കുമ്പോൾ നമുക്ക് ഏറെ സംശയകരമാകുന്നത് ഏറ്റവും തിരക്കുണ്ടായിരുന്ന ഒരു സമയത്തായിരുന്നു ഈ സ്ഫോടനം ഉണ്ടാകുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ കൂടാതെ ഇതൊരു CNG ബ്ലാസ്റ്റ് അല്ല എന്നൊരു നിഗമനത്തിലേക്ക് കൂടി നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ ഭീകരാക്രമണമായിരിക്കാം എന്നുള്ള സാധ്യത എന്നുള്ള സംശയം അത് വർദ്ധിച്ചു വരികയും കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഇതൊരു ഭീകരാക്രമണമാണെന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഇന്ത്യ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇനി ഇന്ത്യക്കെതിരെ ഉണ്ടാകുന്ന ഭീകരാക്രമണം അത് യുദ്ധമായി കണക്കാക്കുമെന്ന്. അങ്ങനെയെങ്കിൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും വലിയൊരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യത അതില്ലേ? അനുശ്രീ, അത്തരം കാര്യങ്ങളിലേക്ക് രാജ്യം കടക്കുമോ എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറുകളിൽ തന്നെ അറിയാം. നമ്മൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്ന് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലുള്ള വിലയിരുത്തലുകൾ ഉണ്ടാവുക. അതിനുശേഷം ഒരുപക്ഷെ ഇതൊരു ഭീകരാക്രമണമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇതിന് പിന്നിലുള്ളവരെ കണ്ടെത്താനും അതിനുശേഷം അവർക്കെതിരെ അതിശക്തമായ നടപടിയെടുക്കാനും രാജ്യം മടിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിലിപ്പോൾ അന്വേഷണം നടക്കുന്നത് ഏറ്റവും പ്രധാനമായി നടക്കുന്നത് രണ്ട് രീതികളിലാണ്. ഒന്ന്, ഈ ഫരീദാബാദിൽ നിന്ന് പിടിയിലായ ഡോക്ടർ ഷാക്കിൽ, അതുപോലെ ഡോക്ടർ ഉമർ മുഹമ്മദ്, അതുപോലെ വനിതാ ഡോക്ടർ, ഇവരുടെ 3 പേര് ചുറ്റിപ്പറ്റിയായിരിക്കും ആദ്യത്തെ ഘട്ടത്തിൽ ഒരു അന്വേഷണം നടക്കുക. അതായത് ഇവരുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ, ഇവർക്ക് എവിടുന്ന് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള എക്സ്പ്ലോസീവ്സ് കിട്ടി, അതിന് വേണ്ടിയിട്ടുള്ള തോക്കുകളും AK-47 അടക്കമുള്ള തോക്കുകൾ ഇവർക്ക് എവിടുന്ന് കിട്ടി, ഇവരുടെ പിന്നിൽ ആരാണ്, ഇവർക്ക് പുൽവാമയിലുള്ള ഈ ഡോക്ടർ ഫരീദാബാദിൽ എത്തിയത് അതിന് പിന്നിൽ എന്താണ്, ഇവർ എത്ര കാലമായി ഇവിടെ എത്തിയിട്ട് ഇയാൾക്ക് താമസിക്കാൻ വീട് ഒരുക്കി കൊടുത്ത പള്ളിയിലെ ഇമാം അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ എല്ലാ രീതിയിലും ഇവരെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം, ഇവരുമായി ബന്ധപ്പെട്ട ഇവരുടെ ഫോൺ കോളുകൾ, ഇവരുടെ പശ്ചാത്തലം എല്ലാം പരിശോധിച്ച് ആ തരത്തിലൊരു അന്വേഷണം നടക്കുന്നുണ്ട്. രണ്ടാമതൊരു ഘട്ടം എന്ന് പറയുന്നത് ഇന്നലെ പൊട്ടിത്തെറിച്ച കാറുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ്. ആ കാർ ഓടിച്ചിരുന്ന ആളാരാണ്, ആ കാർ ഈ ഓടിച്ചിരുന്ന ആൾക്ക് എങ്ങനെ കിട്ടി, അതും ഈ കാർ എന്തുകൊണ്ട് പൊട്ടിത്തെറിച്ചു, ആ കാറിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ, ഏത് മോഡൽ വണ്ടി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണത്തിലാണ്. നമുക്ക് ആ കാറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിവരങ്ങൾ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധി മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഈ കാറ് എപ്പോഴാണ് ഇത്തരത്തിൽ പിടിയിലാവുന്നത്? ആ കാറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും, അതായത് ഈ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തകൃതിയായി നടക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് സംബന്ധിച്ച് ചില കൃത്യമായ നിർണായകമായ കണ്ടെത്തലുകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമ്മൾ കരുതുകയും ചെയ്യുന്നത്. അതായത് ഹരിയാന സ്വദേശിയുടെ ഒരു വാഹനമായിരുന്നു I-20 കാർ എന്ന് പറയുന്നത്. അതിനുശേഷം അദ്ദേഹം ദേവേന്ദ്ര എന്ന് പറയുന്ന മറ്റൊരാൾക്ക് ഈ വാഹനം പിന്നീട് വിൽക്കുന്നു. സാധാരണഗതിയിൽ നമ്മളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കാറുള്ളവർ തന്നെയാണ്. അത് തന്നെ കൂടുതൽ കാലപ്പഴക്കമൊക്കെ വരുമ്പോൾ മറ്റാർക്കെങ്കിലും ഒക്കെ വിൽക്കുക, അല്ലെങ്കിൽ മറ്റൊരു കാർ വാങ്ങിക്കുമ്പോൾ പഴയ കാർ വിൽക്കുക എന്നുള്ളത് ഒരു നടപടിക്രമം എന്ന രീതിയിലാണ് അദ്ദേഹം വിറ്റതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ ആദ്യ ഉടമയെ, അതായത് കാറിന്റെ ആദ്യം ഈ കാർ വാങ്ങിയ ഉടമയെ പോലീസ് പരിശോധിക്കുകയും ഒപ്പം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് ദേവേന്ദ്ര എന്ന ആൾക്കാണ് താൻ കാർ പിന്നീട് കൈമാറിയെന്ന് പറയുന്നു. അതിനുശേഷം പല തവണ, അതായത് പിന്നീട് 2 പേർക്ക് കൂടി ഈ കാർ കൈമാറുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം 29-നാണ് ഈ താരിഖ് എന്ന് പറയുന്ന പുൽവാമ സ്വദേശിയായിട്ടുള്ള, പുൽവാമയിലെ ശംഭൂര ഗ്രാമത്തിലുള്ള താരിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് ഈ കാർ എത്തുന്നത്. അത് കഴിഞ്ഞ മാസം 29-നാണ് ഈ പുൽവാമ സ്വദേശി ഈ കാർ വാങ്ങിക്കുകയും ചെയ്തത്. അതിനുശേഷം ആണ് ഇപ്പോൾ ഇത് ഈ ഉമർ മുഹമ്മദിന്റെ പക്കലിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഡൽഹിയിലേക്ക് ഈ കാർ എങ്ങനെ വന്നു, ഒപ്പം തന്നെ ഉമർ മുഹമ്മദിന് ഈ കാർ കൈമാറിയതിൽ താരിഖിന്റെ പങ്ക് എന്താണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ജമ്മു കാശ്മീരിൽ നിന്ന് 2 പേരെ ഇപ്പോൾ ഈ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഇതിലൊരാൾ താരിഖാണോ എന്ന കാര്യം കൂടി അക്കാര്യത്തിലൊരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതായത് താരിഖ് പറയുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഈ വാഹനം ഈ ഉമർ മുഹമ്മദ് എന്ന ആമിറിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. അത് ഈ മാസം ആദ്യം വാരത്തോടു കൂടി ഇത്തരത്തിൽ ഉമർ മുഹമ്മദിന് താൻ വാഹനം കൈമാറിയതാണ് എന്നുള്ള രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ വന്നതായി CNN അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ 2 പേരെ ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ള ഈ 2 പേരെ കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവരെന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ മൊഴികളിൽ ഏതെങ്കിലും തരത്തിൽ വൈരുദ്ധ്യങ്ങളുണ്ടോ, ഈ അറ്റാക്കുമായി ഇവർക്ക് എന്താണ് ബന്ധം, ഒപ്പം തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ എത്തിച്ചു നൽകിയതിൽ
അതായത് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ നിന്ന് 2 ഡോക്ടർമാർ അറസ്റ്റിലായിരുന്നു. ആ ഡോക്ടർമാരുടെ കാറിൽ നിന്ന് ഈ RDXും ഒപ്പം തന്നെ AK-47 അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അതായത് മാരകമായിട്ടുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ കണ്ടെടുത്ത പശ്ചാത്തലത്തിൽ അപ്പോൾ തന്നെ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബ്ലാസ്റ്റ് നടത്താനുള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് പോയിരുന്നതെന്നുള്ള ചില വിലയിരുത്തൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അത് പൊളിക്കാൻ സാധിച്ചു എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം പോകുന്നത്. പിന്നീടാണ് രാജ്യത്തെ നടുക്കിക്കൊണ്ട് മറ്റൊരു ആക്രമണം ഉണ്ടാകുന്നത്. അതും തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ റെഡ് ഫോർട്ടിന് സമീപത്തായി ഈ കാർ പൊടുന്നനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ആ കാറിലുണ്ടായിരുന്ന ആൾ അത് ഈ ഉമർ മുഹമ്മദ് ആണോ എന്ന കാര്യത്തിലുള്ള ഒരു വ്യക്തതയാണ് ഇനി വരേണ്ടിയിരിക്കുന്നത്. കാറിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് ദേശീയ മാധ്യമം പുറത്തുവിട്ടിട്ടുള്ള ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാകുന്നത്. അതായത് ഒരു മാസ്ക് ധരിച്ച കറുത്ത മാസ്ക് ധരിച്ച ഒരു ആൾ അതിനകത്തുണ്ട്. പക്ഷേ അത് ഈ ഉമർ മുഹമ്മദ് ആണോ എന്ന കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിന് ആ കാറിലുണ്ടായിരുന്ന മൃതദേഹം ഇപ്പോൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം മാത്രമേ അക്കാര്യത്തിലൊരു വ്യക്തമായ വിവരം ലഭ്യമാവുകയും ചെയ്യൂ. ഒപ്പം തന്നെ എങ്ങനെ ഈ ഫരീദാബാദിൽ അതിനു മുമ്പ് ഈ കാറ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഈ മാസം ആദ്യവാരം. അതിനുശേഷം പിന്നീട് ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം ഈ റെഡ് ഫോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപം, അതായത് ഈ മെട്രോ സ്റ്റേഷൻ ചന്ദ്രി ചൗക്ക് മെട്രോ സ്റ്റേഷന്റെ സമീപമായിട്ടുള്ള പാർക്കിങ്ങിൽ ഏകദേശം 3 മണിക്കൂറോളം നേരമാണ് ഈ വാഹനം നിർത്തിയിട്ടിരുന്നത്. പ്രത്യേകിച്ച് ചന്ദ്രി ചൗക്ക് എന്ന് പറയുന്നത് വലിയൊരു മാർക്കറ്റാണ്. ആളുകൾ തിങ്ങി നിറഞ്ഞ് വന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ്. ആ ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള ആളുകൾ കൂടുന്ന ഇടങ്ങളിലേക്ക് കാർ കയറ്റി ഒരു ചാവേറാക്രമണം നടത്താനുള്ള പദ്ധതിയായിരുന്നു ഇവരിട്ട് നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. അങ്ങനെയുള്ള സംശയം എന്തായാലും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട് എന്നുള്ളതാണ്. അത് ഒരു തരത്തിലും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, റെഡ് ഫോർട്ടിന് സമീപം മുൻകാലങ്ങളിലും 2008 റെഡ് ഫോർട്ടിന് സമീപം ഇതുപോലെ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്നും നിരവധി പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷം 2014 ശേഷം ഇങ്ങനെ ഒരു ആക്രമണം തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഡൽഹിയെ കേന്ദ്രീകരിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോഴിതാ 10 വർഷത്തിന് ശേഷം വീണ്ടും വലിയ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നു. അത് ഒരു ഭീകരാക്രമണമാണോ അല്ലെങ്കിൽ ഒരു ചാവേറാക്രമണമാണോ, ജെയ്ഷെ മുഹമ്മദ് ലീഡ് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു സ്ഫോടന പരമ്പരയിലേക്കാണോ ഈ കാര്യങ്ങൾ പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത എന്തായാലും വരേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോൾ അന്വേഷണ സംഘം കഴിഞ്ഞ മാസം ജെയ്ഷെ മുഹമ്മദ് ഭീകരൻ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു. അത്തരത്തിൽ ഞങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണത്തിൽ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു, ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം ഇത്തരത്തിൽ ഇന്ത്യൻ സേന കയറി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിന് കൃത്യമായ മറുപടി നൽകുമെന്ന രീതിയിലുള്ള ചില പ്രകോപനകരമായിട്ടുള്ള ചില പ്രതികരണങ്ങളും അത്തരത്തിലുള്ള ചില പ്രസംഗങ്ങളും പിന്നീട് പുറത്തു വരികയും ചെയ്ത് നമ്മൾ കാണുകയും ചെയ്തു. അതടക്കമുള്ള കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു ഭീകരാക്രമണം ഒരു തരത്തിലും, അല്ലെങ്കിൽ ഭീകരാക്രമണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചില്ലെങ്കിൽ പോലും തന്നെ അത് തള്ളിക്കളയാൻ കഴിയാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. എന്ത് ആണ് ഇവർ ലക്ഷ്യം വെച്ചത്, അത് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ ഡോക്ടർമാർ പിടിയിലാണ്. ഈ ഡോക്ടർമാരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. അവർ എന്ത് വിവരങ്ങളാണ് നൽകുന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ജമ്മു കാശ്മീരിൽ നിന്ന് 2 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത് അവരെ ഇപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, നമുക്ക് ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങളടക്കം കൂടുതൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ചില സ്ഫോടനങ്ങൾ നടന്ന ഏരിയ, അതിന് സമീപത്തെ തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങൾ, അവിടെയൊക്കെ ആളുകൾ തിങ്ങി കൂടുന്ന ഒരു മേഖല കൂടിയാണ്. എന്തായാലും നമുക്ക് ആ കാര്യങ്ങൾ കൂടി കൂടുതൽ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നോടൊപ്പം എഴുതപ്പോൾ പുതുശ്ശേരി കൂടി ചേരുന്നുണ്ട്. കാരണം ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ അതായത് നമുക്കറിയാം ചന്ദ്രി ചൗക്ക് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ്, ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രദേശം. അവിടെ വൈകിട്ടാണ് സ്വാഭാവികമായും ആളുകൾ കൂട്ടത്തോടെ വരിക. അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ മെട്രോ സ്റ്റേഷന് സമീപമായി 3 മണിക്കൂർ നേരം ഈ കാർ കാത്തു കിടക്കുന്നത്. അതിനുശേഷം വാഹനം എടുക്കുന്നു, പൊടുന്നനെ അവിടെ ഒരു സിഗ്നൽ വീഴുന്നു. 6:52 എന്ന് പറയുന്ന ടൈമിലേക്ക് വരുമ്പോഴത്തേക്ക് കാർ പൊടുന്നനെ പൊട്ടിത്തെറിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു ചീളുകളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വസ്തുക്കളൊക്കെ കണ്ടെത്താറുള്ളത്. പക്ഷേ അതിലേക്കൊന്നും തന്നെ ഇതുവരെ എത്തുന്നില്ല. ഒരു തരത്തിലും നമുക്ക് ഇതൊരു ഭീകരാക്രമണ ശ്രമമല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റാത്ത കാരണമെന്ന് പറയുന്നത് ഈ കാർ പലയിടങ്ങളിലും നിർത്തിയിട്ടതും, ഒപ്പം തന്നെ ഈ പറയുന്ന ഹരിയാന രജിസ്ട്രേഷനുള്ള കാർ എങ്ങനെ ഡൽഹിയിലേക്ക് വന്നു, അതും ഡൽഹിയിൽ തന്ത്രപ്രധാനമായിട്ടുള്ള ഇടങ്ങളിൽ ചില രീതിയിൽ ഈ പറയുന്ന രീതിയിൽ കാറുകൾ സംശയാസ്പദമായ രീതിയിൽ കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ചില വ്യാപ്തി അത്